സമീപകാല ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ സച്ചിൻ തെണ്ടുൽക്കർ എന്നൊരു ഇതിഹാസം നമുക്കുണ്ടായിരുന്നു. സച്ചിൻ അരങ്ങൊഴിഞ്ഞ ശേഷം എതിരാളികളെ പിന്തുടർന്ന് വേട്ടയാടുന്ന വിരാട് കോഹ്ലിയും ഏത് അതിവേഗ ബോളറെയും അടിച്ചകറ്റുന്ന ഹിറ്റ്മാനായ രോഹിത് ശർമ്മയും ഉണ്ടായി. ഇവരെ പരുവപ്പെടുത്തിയെടുത്ത MS ധോണി എന്ന നായകനും ഉണ്ടായി. ഇവരെല്ലാം അരങ്ങൊഴിഞ്ഞ ശേഷം ആര് എന്ന ശൂന്യതയ്ക്ക് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. അത് നമ്മുടെ സഞ്ജു വിശ്വനാഥ് സാംസൺ ആണ്. ഇത്തരത്തിലൊരു താരതമ്യം ഇത്തിരി കടന്നുപോയില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. ഒരിക്കലുമല്ല. ലോകത്തെമ്പാടും ചേട്ട എന്ന് സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ പ്രകടനം കൊണ്ടും പ്രതിഭ കൊണ്ടും സഞ്ജു വളർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ജീവൻ മരണ പോരാട്ടത്തിൽ സഞ്ജു ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി നേടിയ 97 റൺസ് സഞ്ജു എന്ന താരത്തിന്റെ കരിയറിലെ തന്നെ നിർണായക വഴിത്തിരിവാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഇന്നിംഗ്സ് കണ്ട് കടുത്ത സഞ്ജു ആരാധകനായ ഒരാൾ സമൂഹ മാധ്യമത്തിൽ തന്റെ സന്തോഷം ഇങ്ങനെ എഴുതി: അയാൾ രോഹിത് ശർമ്മയെ പോലെ തുടങ്ങി, വിരാട് കോഹ്ലിയെ പോലെ പിന്തുടർന്നു, MS ധോണിയെ പോലെ ഫിനിഷ് ചെയ്തു. സഞ്ജുവിന് ഈ താരതമ്യം ഇപ്പോൾ മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കരിയറിലെ 2ാം സെഞ്ചുറി നേടിയപ്പോഴും ഇതേ വിശേഷണം അയാൾ കേട്ടതാണ്. സ്വന്തം നാട്ടിൽ അയാൾ വിടവാങ്ങൽ മത്സരം കളിച്ചു കഴിഞ്ഞു. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരത്തിലും പരാജയപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെതിരെ ഉയർന്ന പരിഹാസം ഈ വിധമായിരുന്നു: ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് മുൻപ് ലോകകപ്പ് ടീം പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ടീമിൽ തുടർന്നയാൾ, 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായി ടീമിലെത്തിയിട്ടും ആദ്യ 11-ൽ സ്ഥാനം ലഭിക്കാതിരുന്നയാൾ, സഹതാരം അസുഖബാധിതനായതുകൊണ്ട് മാത്രം ഒരു മത്സരത്തിൽ അവസരം ലഭിച്ചയാൾ, സൂപ്പർ 8-ൽ ഇന്ത്യയുടെ ഇടംകയ്യൻ ബാറ്റിംഗ് നിര അടിപതറിയപ്പോൾ വീണ്ടും അയാൾക്ക് വിളിവന്നു. റിങ്കു സിംഗിന്റെ നാട്ടിലേക്കുള്ള മടക്കവും അയാൾക്കുള്ള ദൈവനിയോഗമായി. ലഭിച്ച 2 അവസരങ്ങളിലും ക്ഷണനേരത്തിലുള്ള മികച്ച തുടക്കം ടീമിന് നൽകിയിട്ടും അയാളുടെ രക്തത്തിനായി മുറവിളി ഉയർന്നു. എന്നാൽ ഓപ്പണർ റോളിനൊപ്പം വിക്കറ്റ് കീപ്പിംഗും മടക്കി നൽകി ടീം വീണ്ടും അയാളിൽ വിശ്വാസമർപ്പിച്ചു. തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് 10 ഇരട്ടി പ്രതിഫലം അയാൾ തിരിച്ചു നൽകി. ഇന്ത്യൻ വിജയം ഉറപ്പാക്കിയ ശേഷം ഈഡൻ ഗാർഡനിലെ മൈതാന മധ്യത്ത് അയാൾ മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. സെൽഫ്ലെസ് പ്ലെയർ എന്നാണ് സഞ്ജുവിന് ലഭിച്ചിരിക്കുന്ന വിശേഷണം. കരിയറിലെ ഉന്നതിക്കും അപ്പുറം ടീമിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നയാൾ. ഒരുപക്ഷെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഈഡൻ ഗാർഡനിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ട മാതിരിയുള്ള ഒരു ഇന്നിംഗ്സ് സഞ്ജുവിൽ നിന്ന് ഉണ്ടാകുമോ എന്നും സംശയമാണ്. കാരണം പവർ പ്ലേയിൽ പരമാവധി റൺ അടിച്ച് കയറ്റുക എന്നുള്ളതാണ് അയാളിൽ അർപ്പിച്ച ദൗത്യം. അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന ഏതു പന്തിലും അയാൾ കൂറ്റൻ ഷോട്ടിന് മുതിരും. വിൻഡീസിനെതിരെ റൺ പിന്തുടരാൻ ഇറങ്ങിയപ്പോൾ ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ പതറുന്നതാണ് കണ്ടത്. അതേ സ്പിന്നറെ അടുത്ത ഓവറിൽ നിലം തൊടാതെ തല്ലി അഭിഷേകിന്റെ സമ്മർദ്ദം ഒഴിവാക്കാനാണ് സഞ്ജു ശ്രമിച്ചത്. അഭിഷേകും പിന്നാലെ ഇഷാനും മടങ്ങിയപ്പോൾ മുതൽ സഞ്ജു ക്രീസിൽ വേരുറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ തനിക്കെതിരെ വരുന്ന ഷോർട്ട് പിച്ച് പന്തുകളിൽ അയാൾ കൂറ്റിനടിക്ക് മുതിരുമായിരുന്നു. അങ്ങനെ നിരവധി മത്സരങ്ങളിൽ പുറത്തായതും ചരിത്രം. എന്നാൽ ടീമിന്റെ ഉത്തരവാദിത്തം ചുമലിലേറ്റിയ സഞ്ജു കുത്തിയുയർന്ന പന്തുകളെയെല്ലാം നിലം തൊടിയിച്ച് തല്ലി ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. മോശം പന്തുകളെ ഗാലറിയിൽ എത്തിക്കാൻ ഉത്സാഹിച്ചിരുന്ന സഞ്ജുവിൽ നിന്ന് അത്തരം പന്തുകൾ ബൗണ്ടറി കടക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. തുടർച്ചയായി മോശം പ്രകടനം നടത്തുന്ന അഭിഷേക് ശർമ്മയ്ക്കോ തിലക് വർമ്മയ്ക്കോ പകരം സഞ്ജുവിനെ ഇറക്കിക്കൂടെ എന്ന ചോദ്യത്തിന് പാതി പരിഹാസ ചിരിയുമായി മറുപടി നൽകിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിൻഡീസിനെ മലർത്തിയടിച്ച സഞ്ജുവിനെ തൊപ്പിയൂരി ആദരം അർപ്പിക്കുന്ന കാഴ്ച സഞ്ജു ആരാധകരുടെ കണ്ണു നനയിപ്പിക്കുന്നതാണ്. മത്സരശേഷം കമന്റേറ്റർമാരിൽ ഒരാൾ നടത്തിയൊരു പ്രസ്താവന ഈ വിധമായിരുന്നു: കഴിഞ്ഞ 3 മാസം സഞ്ജുവിന്റെ കരിയറിൽ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്തു നോക്കും. തുടർച്ചയായ സെഞ്ചുറികളിലൂടെ ഓപ്പണർ എന്ന സ്ഥാനം അദ്ദേഹം ഉറപ്പിക്കുന്നു. പക്ഷേ ഉപനായകൻ എന്ന പരിവേഷത്തോടെ ശുഭ്മാൻ ഗിൽ ടീമിലെത്തിയതോടെ സഞ്ജുവിന്റെ ഓപ്പണർ റോളും സംശയത്തിലായി. മധ്യനിരയിലേക്ക് മാറ്റപ്പെട്ട സഞ്ജുവിന് അവിടെ തിളങ്ങാനാവാതെ വരുന്നു. അതിന്റെ പേരിൽ തന്നെ ആ സ്ഥാനം ജിതേഷ് ശർമ്മയ്ക്ക് നൽകേണ്ടി വരുന്നു. ശുഭ്മാൻ ഗില്ലും ജിതേഷ് ശർമ്മയും തങ്ങളുടെ സെലക്ഷനെ ന്യായീകരിക്കാത്ത പ്രകടനം നടത്താത്തതുകൊണ്ട് മാത്രം വീണ്ടും പരിഗണിക്കപ്പെടുന്നു. എന്നാൽ ബാറ്റിംഗ് പൊസിഷനിലെ മാറ്റങ്ങളും സീനിയർ താരമായിട്ടും റിസർവ് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നതിന്റെ മുഷിച്ചിലും അയാളിലെ പ്രകടനത്തെയും ബാധിക്കുന്നു. 2015 അരങ്ങേറ്റം നടത്തിയ കാലം മുതൽ
അതിസമ്മർദ്ദത്തിന്റെ മുൻപിൽ പലവട്ടം മാറ്റി തെളിയിക്കേണ്ട ബാധ്യത വന്നു ചേർന്നയാളാണ് സഞ്ജു. എന്നാൽ ലോകകപ്പിന് തൊട്ടു മുൻപ് അയാളുടെ കാലിടറിയത് ഒരുപക്ഷെ അയാളുടെ അന്താരാഷ്ട്ര കരിയറിന്റെ തന്നെ അവസാനമായി വിലയിരുത്തിയവരും നിരവധി. പക്ഷേ നിയോഗം പോലെ വീണ്ടും വീണുകിട്ടിയ അവസരം സഞ്ജുവിനെ വീണ്ടും അടയാളപ്പെടുത്താൻ പര്യാപ്തമായി. ഇന്ത്യൻ ജേഴ്സി അണിയാൻ അവസരം കിട്ടുന്ന ഏത് കായിക താരവും സ്വപ്നം കാണുന്ന ഒരു നിമിഷം. ലോകകപ്പ് പോലെ ഒരു നോക്കൌട്ട് വേദിയിൽ ടീമിന്റെ രക്ഷകനാകുക. ഇത്തരത്തിലൊരു അവസരത്തിന് വേണ്ടിയാണ് താൻ ഇത്രനാളും കാത്തിരുന്നതെന്ന് മത്സരശേഷം സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി പ്രതികരിക്കുന്നു. സഞ്ജു ലോകോത്തര താരമെന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും പറയുന്നു. ഒരു ഘട്ടത്തിൽ സഞ്ജുവിന്റെ കടുത്ത വിമർശകരായിരുന്ന സുനിൽ ഗവാസ്കറും സഞ്ജയ് മഞ്ജരേക്കറും അടക്കമുള്ളവർ പ്രശംസകൾ കൊണ്ട് മൂടുന്നു. 2020 ലോകകപ്പ് സെമി ഫൈനൽ ബർത്ത് ടീമിന് ഉറപ്പാക്കി നൽകിയ താരം എന്ന നിലയിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ അനിഷേധ്യനാകും. അതുകൊണ്ട് തന്നെ വൈകാതെ ഇന്ത്യയുടെ ഏകദിന ടീമിലും ടെസ്റ്റ് ടീമിലേക്കും സഞ്ജുവിന് പരിഗണന ലഭിച്ചേക്കും. MS ധോണിയോളം വരുമില്ലെങ്കിൽ തന്നെയും നിലവിൽ വിക്കറ്റിന് പിന്നിൽ ഇന്ത്യക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും മികച്ച താരം സഞ്ജു സാംസൺ ആണ്. സഞ്ജുവിനോളം സാങ്കേതിക തികവുള്ള താരം ടെസ്റ്റ് കളിക്കാത്തതിൽ പല മുൻ താരങ്ങളും ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ടെസ്റ്റ് ഫോർമാറ്റിൽ മധ്യനിരയിൽ വിരാട് കോഹ്ലിക്കും പൂജാരയ്ക്കും ഇതുവരെ ഇന്ത്യക്ക് പകരക്കാരനെ കിട്ടിയിട്ടില്ല. ഏകദിനത്തിൽ അവസാനമായി കളിച്ച മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ജയം ഉറപ്പാക്കിയ സെഞ്ചുറി നേടിയിട്ടും തുടർന്ന് അവസരം ലഭിക്കാതിരുന്നയാളാണ് സഞ്ജു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിനത്തിൽ കരിയറിന്റെ അവസാന ഘട്ടത്തിലായിരിക്കെ അവരിൽ ഒരാൾക്ക് പകരക്കാരനായോ അവർക്കൊപ്പമോ വൈകാതെ സഞ്ജുവിനെ കാണാം. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി കൂടുതൽ ഇണങ്ങുന്നത് ഏകദിനത്തിലാണെന്ന വിലയിരുത്തലുമുണ്ട്. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനം. 2020 മാത്രം പരിഗണിക്കപ്പെടുന്ന സൂര്യകുമാർ യാദവ് 35 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. കിരീട നേട്ടത്തോടെ കരിയർ അവസാനിപ്പിക്കാൻ സൂര്യകുമാർ യാദവ് തീരുമാനമെടുത്താൽ പകരം നായകനെ കണ്ടെത്തേണ്ടി വരും. ശുഭ്മാൻ ഗില്ലിനെ 3 ഫോർമാറ്റിലെയും ക്യാപ്റ്റനാക്കാനുള്ള ശ്രമം പാളിയ സ്ഥിതിക്ക് മറ്റൊരാളെയും കണ്ടെത്തേണ്ടി വരും. തീർച്ചയായിട്ടും സഞ്ജു സാംസണും പരിഗണന കിട്ടും. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ മികവോടെ നയിച്ച അനുഭവ സമ്പത്ത് ഇന്ത്യൻ സെലക്ടർമാർക്ക് അത്ര പെട്ടെന്ന് തള്ളിക്കളയാനുമാവില്ല.